ജനങ്ങൾക്കത് നല്ല നിലയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. എല്ലാ കള്ളക്കഥകളെയും തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിൻ്റെ പരിപാടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും പച്ചക്കള്ളം വ്യാപകമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു എന്ന കാര്യം ഞങ്ങളുമായി സംവേദിക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് ജനങ്ങൾ തന്നെ പറയുന്ന നില ഉണ്ടായി. അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞവരുമുണ്ട്. UDFൻ്റെ വർഗീയ പ്രചരണത്തിനെതിരെ നല്ല ജാഗ്രത പുലർത്തണമെന്നും അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിന് ജനങ്ങൾ വിധിപ്പെട്ടു പോകുമെന്നും പറയുന്ന നിലയും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഏറെയാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വലിയ മതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ വലിയ വിശ്വാസമാണ് സർക്കാരിൽ അർപ്പിച്ചിട്ടുള്ളത്. ചില മേഖലകളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വിമർശനങ്ങളും അതുപോലെ പോരായ്മകളും തിരുത്തി മുന്നോട്ടേക്ക് പോകും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുമായി സംവേദിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ഓരോ പ്രദേശത്തിനും പൊതുവെ കേരളത്തിനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജനങ്ങൾ മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ട്. തീർച്ചയായും അതെല്ലാം അടുത്ത പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അവ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സ്വീകരിക്കും. ഗൃഹസന്ദർശന പരിപാടി LDFന് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെട്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട് കള്ളക്കഥകൾ വിശ്വസിച്ച് അങ്ങനെയുള്ള ആളുകളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി LDFനോടൊപ്പം നിൽക്കും എന്ന കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ തെറ്റ് തിരുത്തും എന്നും പറഞ്ഞ നിരവധി ആളുകൾ ഞങ്ങളുടെ ഈ സന്ദർശന ഘട്ടത്തിൽ കാണുകയുണ്ടായി. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJPയും കോൺഗ്രസും അതായിരുന്നു വലിയ പ്രചരണത്തിന് വേണ്ടി ആയുധമായി ഉപയോഗിച്ചത്. ഗവൺമെൻറ്റിൻ്റെ വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും
ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മറയായി വലതുപക്ഷവും BJPയും മാധ്യമങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ഉയർത്തി കൊണ്ടുവന്നത്. ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് അറിയാം. അന്വേഷണത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണമൊന്നും നഷ്ടപ്പെടരുത്, കുറ്റവാളി ആരായാലും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന സമീപനം CPM SIT അന്വേഷണത്തിൻ്റെ ആവശ്യകത മുന്നോട്ടേക്ക് വെച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിൽ ഞങ്ങൾ ഒരു തരത്തിലും മാറിയിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾക്കിപ്പോൾ പഴയ ഒരു ഉശിരില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും ചർച്ച ചെയ്യാനും ഒന്നും മെനക്കെടുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രമുഖ വ്യക്തികൾക്കിടയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വന്നപ്പോൾ പിന്നെ ആയുസ് നഷ്ടപ്പെട്ടവരായി അവരും മാറി, നിങ്ങളും മാറി. ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. ഞങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും SITക്കെതിരായിട്ട് VD സതീശൻ പറയുകയാണ്, BJPക്കാർ പറയുകയാണ്, സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിയും സ്വർണം തട്ടിക്കൊണ്ടുപോയിട്ട് വിറ്റ കളവ് മുതൽ വാങ്ങിയ ആളും എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ചതേ തെറ്റായി എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ കാണുന്നത്. കോൺഗ്രസിൻ്റെ അനാവശ്യമായ രീതിയിൽ സോണിയാഗാന്ധിയെ തന്നെ വലിച്ചിഴക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യം എത്തിച്ചതേ തെറ്റായി എന്ന നിലപാടാണ്. മാത്രമല്ല, അതിന് മുമ്പ് 2017 നല്ല സിമൻറ്റ് തറയിൽ ഉറപ്പിച്ച കൊടിമരം ചെതലായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിന് വേണ്ടി പാജി വഞ്ചി 10.5 കിലോ സ്വർണം ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യവും തന്ത്രിയുടെ വീട്ടിൽ നിന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി SITയോട് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. 10 കൊല്ലത്തേതല്ല 20 കൊല്ലത്തേതും അന്വേഷിക്കാൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോഴ് VD സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.